തമിഴ് രാഷ്ട്രീയത്തിൽ സൂപ്പർ താരം വിജയ് ബെന്നിക്കൊടി പാർച്ചിരിക്കുന്നു. അദ്ദേഹം നമുക്കറിയാം, തമിഴിലെ 2024 പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. തമിഴക വെട്രി കഴകം, TVK, ഷോർട്ട് ഫോമിൽ TVK എന്ന് പറയും. പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ് അത് നാഗർകോവിലാണ്. നാഗർകോവിലെ ആ പാർട്ടി ഓഫീസ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവിടെയാണ്. തമ്മാത്തുക്കോണം ഗവൺമെൻറ് മിഡിൽ സ്കൂളിനടുത്ത് നാഗർകോവിലാണ് ആ പാർട്ടിയുടെ രജിസ്റ്റേർഡ് ഓഫീസ്. TVK ഓഫീസ് അവിടെയാണ്. അവിടെ തന്നെയാണ് വിജയ് ജനിച്ചു വളർന്നത്. പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയുടെ ഭാഗം തന്നെയാണ് നാഗർകോവിൽ. നമുക്കറിയാം, തമിഴ് രാഷ്ട്രീയത്തിൽ അവിടെ MGRൻ്റെ കാലഘട്ടം അറിയാം, അതിനുശേഷം ജയലളിതയുടെ കാലഘട്ടം അറിയാം. തമിഴ് രാഷ്ട്രീയം എപ്പോഴും സിനിമയായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിൽ അവർക്കേ അവിടെ സ്ഥാനമുള്ളൂ. ദ്രവീഡിയൻ ചിന്താഗതികളും ഒക്കെയുള്ള പാർട്ടികളാണെങ്കിലും തമിഴിലെ അഭിനയ നേതാക്കളും മുഖ്യമന്ത്രിയാകും. സ്ത്രീകൾ അഭിനയിച്ച് ബെന്നിക്കൊടി വായിച്ച സ്ത്രീകൾ മുഖ്യമന്ത്രിയായി. അതുപോലെ തന്നെ കരുണാനിധി മുഖ്യമന്ത്രിയായി. സിനിമയുടെ പാട്ടെഴുത്തും സ്ക്രിപ്റ്റ് എഴുത്തും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ തന്നെയാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോഴേ വിജയും രാഷ്ട്രീയത്തിൽ ആകർഷനായി. അദ്ദേഹത്തിന് 50 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏതാനും 10-65 സിനിമയിൽ അഭിനയിച്ചു, ധാരാളം പണമുണ്ടാക്കി, തമിഴ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യോഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. 2024 ഫെബ്രുവരി 2 ആ പാർട്ടി TVK പാർട്ടി രൂപീകരിച്ചെങ്കിലും അദ്ദേഹം തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മീറ്റിങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൂടുന്നത് നമ്മൾ കണ്ടു. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് വിജയുടെ പല സിനിമകളും തമിഴ് രാഷ്ട്രീയം ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ദക്ഷിണക്കാർ പലരും ഒക്കെ കണ്ടു. മലയാളികൾക്ക് വിജയെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി രൂപീകരിച്ചപ്പം പല രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് വന്നു. അവരുമായിട്ട് ഒത്തുചേർന്ന് അല്ലെങ്കിൽ ലയിച്ചു പോകാം, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു മുന്നണിയായിട്ട് പോകാം. പലരും വന്നെങ്കിലും BJPക്കാരും DMK, അണ്ണാ DMK ഒക്കെ വന്നെങ്കിലും അദ്ദേഹം അതിൽ നിന്നൊക്കെ പിന്മാറി ഒറ്റയ്ക്ക് നിൽക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ അദ്ദേഹം റോഡ് ഷോകളൊക്കെ നമ്മൾ കണ്ടു. അതിൽ വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായി. തിക്കിലും തിരക്കിൽപ്പെട്ട് വളരെയധികം ആൾക്കാർ മരണപ്പെട്ടു. അതിന് ഭരിക്കുന്ന DMK ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയും കേസും ഒക്കെ എടുത്തു. CBI വരെ അങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അന്വേഷണം നടത്തുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്ന ഒരു സൂര്യൻ തന്നെയാണ് വിജയ്. ഇപ്പോഴേ ഇലക്ഷൻ റിസൾട്ട് വന്നു. TVK പാർട്ടി ഏകദേശം അവിടെ 108-110 സീറ്റുകൾ കരസ്ഥമാക്കും എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഭരണകക്ഷിയായ DMK 60 സീറ്റിൽ 65 സീറ്റിനകത്ത് ഒതുങ്ങുമെന്ന് തോന്നുന്നു. അണ്ണാ വിളിക്കുമ്പോൾ ഏകദേശം അത്ര സീറ്റുകൾ തന്നെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേവല ഭൂരിപക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ 234 സീറ്റുള്ള തമിഴ്നാട്ടിലെ 117 സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കേവല ഭൂരിപക്ഷമാകുകയുള്ളൂ. ഭരണത്തിലെ മുഖ്യമന്ത്രിയായി മന്ത്രിമാരുമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 117 പേരുടെ പിന്തുണ വേണം. ഭൂരിപക്ഷം അങ്ങനെ ലഭിക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഏകദേശം 117 സംഖ്യയ്ക്ക് അടുത്ത് വരെ 108, 109 വരെ വന്നിരിക്കുന്നു ഇപ്പോഴേ വിജയ്. അതുകൊണ്ട് ആ ഇലക്ഷൻ്റെ മുഴുവൻ സീറ്റിൻ്റെ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിൽ തന്നെയാണോ എന്ന് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റ് പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഒക്കില്ല. രാഷ്ട്രീയമായ തീരുമാനങ്ങൾ പലതും എടുക്കേണ്ടി വരും. അണ്ണാ DMK അതുപോലെ DMKയും ഭരണകക്ഷിയിൽ ചേർത്തല 10-60 MLAമാർ ഇപ്പം തന്നെ അവർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഭരണത്തിൽ വന്നാൽ ഭരണത്തിലെ പല വകുപ്പുകളും അവർ കയ്യേറും. ഭരണം
വിജയുടെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വിജയുടെ ഇലക്ഷനിലെ പ്രചരണത്തിൽ അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ മെയിന് തക്കതായ വില കിട്ടണം. അതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചപ്പം പറഞ്ഞ ഒരു വിഷയം. അതാണ് ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് മീനിൻ്റെ വില, തക്കതായ വില കിട്ടണം. പിന്നെ സ്ത്രീകൾക്ക്, തമിഴ്നാട്ടിലെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും കൂടുതലുള്ളത്, സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കണം. അവർക്ക് ജീവിക്കാനും, അവർക്ക് ബിസിനസ് ചെയ്യാനും, കച്ചവടം ചെയ്യാനും, ഫിഷ് വിൽക്കാനും, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലെ കൃഷിപ്പണി ചെയ്യാനും ഒക്കെ അവർക്ക് പണം വേണം. അപ്പോൾ സാമ്പത്തിക സഹായം സ്ത്രീകൾക്ക്, കമ്മ്യൂണിറ്റിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് തമിഴ്നാട്ടിൽ. അതുപോലെ വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമായി ലഭിക്കാനുള്ള ലോണ്, പഠനത്തിനുള്ള സഹായങ്ങൾ, ഇതാണ് അദ്ദേഹം മെയിനായിട്ടും ഇലക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദ്രവീഡിയൻ സംസ്കാരം ആശയത്തിലൂന്നിയ ഒരു പാർട്ടി തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സിനിമ ഡയറക്ടറായിരുന്നു. എസ് എ ചന്ദ്രശേഖർ ധാരാളം സിനിമ എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ, സ്വന്തം പിതാവിൻ്റെ സിനിമയിൽ 1984 ഒരു ചെറിയ കുട്ടിയുടെ വേഷത്തിലാണ് വിജയ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ അദ്ദേഹം നായകനായി 18 വയസ്സായപ്പം അദ്ദേഹം നായകനായി നാളെയാ തീർപ്പ് എന്നൊരു സിനിമ, അത് വളരെയധികം കളക്ട് ചെയ്തു വന്നു. അത് പിതാവ് എസ് എ ചന്ദ്രശേഖറിൻ്റെ ഡയറക്ഷനിൽ വന്നതാണ്. പിതാവിൻ്റെ സിനിമയിൽ വളരെയധികം ചിത്രങ്ങളിൽ നായകനായിട്ട് പിന്നീട് ഈ മകൻ വരികയുണ്ടായി. വിജയകാന്തുമായിട്ട് 1993-94 കാലഘട്ടത്തിലൊരു സിനിമയിൽ അഭിനയിച്ചു. വിജയുടെ ഫാദർ ഡയറക്റ്റ് ചെയ്ത രസികൻ, ദേവ, വിഷ്ണു എന്ന സിനിമകളൊക്കെ ഹിറ്റായിരുന്നു. അതിനകത്ത് വിജയായിരുന്നു ലീഡ് റോള്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ വളരെ ചുരുക്കം സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എങ്കിലും ഞാൻ കണ്ടത് ഒരെണ്ണം, കോയമ്പത്തൂർ മാപ്പിള 1996. അത് വളരെ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു. വളരെ രസകരമായ ഒരു സിനിമ തന്നെയായിരുന്നു. ഏതായാലും അഭിനയിച്ച ഇനി 2-3 സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. രാഷ്ട്രീയമായി അത് പുറത്ത് റിലീസ് ചെയ്യാതിരിക്കാനുള്ള തന്ത്രങ്ങൾ എതിർ രാഷ്ട്രീയ ചേരിയുള്ളവരൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്കിലും ജനനായകൻ എന്നൊരു പോലീസ് ഓഫീസറെ അദ്ദേഹം അഭിനയിച്ച സിനിമ ഇനി വരാൻ നടക്കുകയാണ്. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മലയാളി ടച്ച് അല്പം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് വിജയ് ഈ അദ്ദേഹത്തിൻ്റെ പേരിനകത്തുനിന്ന്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാഗർകോവിലാണ്. അപ്പം തമിഴ് രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടു ജയലളിതയും അതുപോലെ തന്നെ MGR ഒക്കെ. അവർ രണ്ടുപേരും പാലക്കാട് ചില റൂട്ടുകളും ബന്ധങ്ങളും മലയാള ബന്ധങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു. ഇപ്പോൾ വിജയും തമിഴ്നാട്ടിൽ പഴയ നമ്മുടെ നാഞ്ചിനാടിൻ്റെ ഭാഗത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചു കൊള്ളുന്നത്. ട്രാവൻകൂർ മഹാരാജാവിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു അവരുടെ പിതാക്കന്മാരൊക്കെ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ മലയാള ടച്ച് ഉണ്ടെന്ന് കരുതുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സീറ്റ് സ്കോർ ചെയ്തിരിക്കുന്നതനുസരിച്ച് 108, 110 വന്നാലും ആരെങ്കിലും സഹായം ഇല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കില്ല. അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം 2 പാർട്ടികളും 60 സീറ്റ് കൂടുതൽ നേടുന്ന അണ്ണാ DMKയും അതുപോലെ തന്നെ ഭരണകക്ഷിയായ DMK ഒക്കെ തന്നെയാണ്. അവരെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഭരണത്തിൽ അവർക്ക് കൊണ്ടുവന്നാൽ അവർക്ക് മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വിജയ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലായിരിക്കാം. അതുകൊണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും പിന്തുണ കൊടുക്കുമോ ഇന്നൊന്നും അറിയില്ല. ഏതായാലും അവിടുത്തെ മുഴുവൻ സീറ്റിൻ്റെ ഡിക്ലറേഷൻ വരുമ്പം കേവല ഭൂരിപക്ഷം 117 സംഖ്യയിൽ എത്തുമോ ഇല്ലെന്നാണ് ഇനി നോക്കേണ്ടത്. ഏതായാലും അടുത്ത ദിവസങ്ങൾ അത് നമുക്ക് മനസ്സിലാവും. ഏതായാലും സിനിമയുടെ തമിഴ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി ആകുന്നവരെല്ലാം സിനിമയുടെ അഡ്രസ്സ് ഉള്ളവരൊക്കെ തന്നെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്റ്റാലിൻ യുഗം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ദക്ഷിണേന്ത്യൻ റീജിയണൽ പാർട്ടിയായ TVK തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലുമാണ്, അല്ലെങ്കിൽ പുതുശ്ശേരിയിലുമാണ് അതിൻ്റെ പാർട്ടിയുടെ ആൾക്കാരുള്ള പ്രവർത്തകരുണ്ട്. ഏതായാലും അടുത്ത തമിഴ് രാഷ്ട്രീയത്തിൽ അടുത്ത 8-10 വർഷത്തോളം തീർച്ചയായിട്ടും വിജയുടെ കാലഘട്ടം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നത്.